നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു. കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എം മണി MLA. നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി തിങ്കളാഴ്ച കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും. സ്വകാര്യ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ച് പിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും. എന്നാൽ പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി. വണ്ടൻമേട് കറുവാക്കുളത്ത് വാഹനത്തിന് തീയിട്ട പ്രതിയെ പോലീസ് പിടികൂടി. പോലീസിന്റെ പിടിയിലായത് കറുവാക്കുളം സ്വദേശി കുമരേശൻ. മഴക്കാലമായതോടെ കട്ടപ്പന കല്യാണത്തണ്ട് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. പ്രധാനമായും അപകടങ്ങൾക്ക് കാരണം ചെങ്കുത്തായ കയറ്റവും കുത്തിറക്കവും പാതയുടെ വീതിക്കുറവും മഴവെള്ളമൊഴുകി വഴുക്കൽ ഉണ്ടാകുന്നതും. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. വിശദമായ വാർത്തകൾ. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു. കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എം മണി MLA പറഞ്ഞു. നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി തിങ്കളാഴ്ച കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും. രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള വഴി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനം വകുപ്പ് അടച്ചത്. കേരളത്തിന്റെ അധീനതയിലുള്ള പ്രദേശവും അടച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പാതയാണെന്നും എം മണി MLA പറഞ്ഞു. പാലിക്കാതെയാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തന്നെയല്ല, ആളുകൾ വർഷങ്ങളായി എത്രയോ പതിറ്റാണ്ടായി നടക്കുന്ന പറ്റിയത്. ഇവിടെ ആളുതാമസം എന്ന് പറഞ്ഞാൽ പട്ടക്കോണി സ്ഥാപിച്ചപ്പോൾ മുതലുള്ളതല്ലേ. ഞാനിതിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ ചെയ്തത്. ഒന്ന്, വഴി അടച്ചിരിക്കുന്നത്. രണ്ട്, കേരളത്തിൻ്റെ ഭൂമിയിലേക്ക് കയറി ഇപ്പോൾ ബോർഡ് വെച്ചു. അതിൻ്റെ സാമാന്യ ദിവസം വെള്ളം അങ്ങോട്ട് ഒഴുകുന്നത് അവർക്കും ഇങ്ങോട്ട് ഒഴുകുന്നത് നമുക്കും ഞാൻ മനസ്സിലാക്കി. ഇനി അല്ല വേറെ വല്ല ഏരിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തെ പരിഗണിക്കുന്നതിന് പകരം ഈ നില പ്രകോപനപരമായി പെരുമാറിയാൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കാനന പാത കടന്നു പോകുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിലാണ്. ഇവിടേക്കുള്ള പ്രവേശനം കൂടിയാണ് തമിഴ്നാട് തടഞ്ഞിരിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിനെതിരെ പ്രതിഷേധവും കനക്കുകയാണ്. ബോർഡ് മാറ്റി വഴി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ 12-ാം തീയതി രാവിലെ 11 മണിക്ക് കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഈ മേഖലയിലുള്ള നൂറുകണക്കിനായിട്ടുള്ള കുടുംബങ്ങൾ ഉപജീവനമാർഗം നടത്തുന്നത് ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കടന്നു വന്ന് അവർക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന തമിഴ്നാടിന്റെ മാത്രമല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരളത്തിന്റെ വനം വകുപ്പും ടൂറിസം മേഖലകളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിനോടും വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മുതിരുകയാണ്. ഇപ്പോ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് എടുത്തു മാറ്റി പൂർവ്വ സാഹചര്യം നിലനിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളെ തിങ്കളാഴ്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കമ്പംമട്ട് ചെക്ക് പോസ്റ്റിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുവാനായിട്ടാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. എം മണി MLAയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളും മേഖലയിൽ സന്ദർശനം നടത്തി. സ്വകാര്യ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ച് പിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും. എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതിയില്ല. പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി ആരോപിച്ചു. പദ്ധതി പ്രകാരം തേക്ക്, ചന്ദനം, മഹാഗണി, ആഞ്ഞിലി, പ്ലാവ്, ഈട്ടി, കമ്പകം, കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചുപിടിപ്പിക്കാം. കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടിയും വയ്ക്കും. അതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല. ഓഗസ്റ്റ് 20-നാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി. 50 മുതൽ 200 വരെ തൈകൾ 50 രൂപ നിരക്കിലും 51 മുതൽ 625 തൈകൾ വരെ 30 രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും. 200 തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ
10,000 രൂപയും 625 വരെ വെച്ച് പിടിപ്പിച്ചാൽ 16,000 രൂപയും പ്രോത്സാഹന തുക കിട്ടും. എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തീരുമെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. ഇവിടെ 64 ചട്ടത്തിലും 93 ചട്ടത്തിലും വ്യാപകമായി മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നുള്ള കർക്കശ നിർദ്ദേശമുള്ളതാണ് നമുക്ക് ഈ മരം മുറിക്കാൻ കഴിയാതെ വരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം. 2005 വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമം കേരളം കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ അത് അതിന്റെ ചട്ടങ്ങളോ അതിന്റെ മുന്നോട്ടുള്ള ഭാവിയോ നിർണയിക്കപ്പെട്ടില്ല എന്നുള്ള ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 2014 കേന്ദ്ര വന നയം യഥേഷ്ടം മരങ്ങൾ വെക്കുന്നതിനും മുറിക്കുന്നതിനുമുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പാക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇന്നേ വരെ കേരളം അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇടുക്കി ജില്ലയിൽ 1960 ശേഷം നൽകിയിരിക്കുന്ന പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക്, ഈട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല. 1993 ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയഭൂമിയിൽ ഒരു മരവും വെട്ടാൻ പാടില്ല. കർഷകൻ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായാലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ പോലും വെട്ടണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് പിടിക്കണം. ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത്. ചീഫ് സെക്രട്ടറി ഇട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തേക്കും ഈട്ടിയും വെട്ടിയ 1000-ഓളം കക്ഷികൾ 2022 ഗുരുതരമായ നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയുണ്ടായി. ഈ കക്ഷികൾക്കെതിരെ റവന്യൂ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ മരത്തിന്റെ 3 ഇരട്ടി പിഴ വാങ്ങുന്ന KLC റൂളുണ്ട്. ആ റൂള് പ്രകാരം വില്ലേജുകൾ കേസെടുക്കുകയുണ്ടായി. അതേ സ്ഥാനത്ത് തന്നെ അനധികൃതമായി മുറിച്ചു എന്ന കാരണത്താൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ നിയമം അനുസരിച്ചും KCR ചെയ്യപ്പെട്ടു. ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ തുകയ്ക്കായി നിർധനരായ കർഷകർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. വളർന്നു കഴിഞ്ഞാൽ അതിൽ തൊടാൻ കഴിയില്ല. അവരുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം ഒരുക്കുന്നതിന് പോലും ഈ മരങ്ങൾ വെട്ടാൻ കഴിയില്ല. മലയോര ജനതയെ കുടിയിറക്കാൻ പലയിടത്തും വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട്. വനവൽക്കരണം നടത്തി ഇതും പറഞ്ഞ കർഷകരെ കുടിയിറക്കുമോ എന്നും ആശങ്കയുണ്ട്. പദ്ധതിയിൽ കർഷകർക്കുള്ള ചതിക്കുഴിയുണ്ടെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി ആരോപിച്ചു. ഈ യൂക്കാലി കൃഷി വലിയ ലാഭകരമായി അന്നാട്ടുകാരെ സംബന്ധിച്ച് വലിയ സാമൂഹിക നേട്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ 2014 ഇത് നിരോധിച്ചു. ഒട്ടേറെ ഭൂമികൾ ഇന്നും ആ നിരോധിച്ചതിന് ശേഷം നിൽക്കുന്ന മരം വെട്ടിമാറ്റിക്കൊണ്ട് മറ്റ് കൃഷിയിലേക്ക് കിടക്കാൻ അന്നാട്ടുകാരെ സമ്മതിക്കാതിരിക്കുന്ന സർക്കാരാണ് നമ്മളെയും കൊണ്ട് പുതിയ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് മരം വച്ചുപിടിപ്പിക്കുന്നവർക്ക് 16,000-ഉം 25,000-ഉം ഒക്കെ ക്യാഷ് ഓഫർ നൽകിക്കൊണ്ട് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. നിങ്ങൾ ഇന്ന് നടുന്ന മരം ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്ന മരമായിരിക്കില്ല. നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത്. അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും ഈട്ടിയും എവണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ. ഇത് നിങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതിയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പറയുന്നു. വണ്ടൻമേട് കറുവാക്കുളത്ത് വാഹനത്തിന് തീയിട്ട പ്രതിയെ പോലീസ് പിടികൂടി. കറുവാക്കുളം സ്വദേശി കുമരേശനാണ് പോലീസിന്റെ പിടിയിലായത്. വണ്ടൻമേട് കറുവാക്കുളം സ്വദേശിയായ നാട്ടുരാജന്റെ ഉടമസ്ഥതയിലുള്ള ഇൻവേഡർ വാഹനത്തിനാണ് ബുധനാഴ്ച വെളുപ്പിനെ തീയിട്ടത്. ഹോൺ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് വാഹനം കത്തുന്നതായി കണ്ടത്. തീ പിടിച്ചതിനോടൊപ്പം വാഹനം 2 മീറ്ററോളം ഉരുണ്ടു നീങ്ങുകയും ചെയ്തു. സമീപത്തുള്ള 3 വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പെട്രോൾ എത്തിച്ചതായി കരുതുന്ന ജാറും സമീപത്തു നിന്നും കണ്ടെത്തി. തുടർന്ന് വണ്ടൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുമരേശൻ പിടിയിലായത്. SI അശോകൻ, CPO ബൈജു R, SCPO ഫൈസൽ മോൻ എന്നിവരാണ് തമിഴ്നാട് കോമ്പയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. മഴക്കാലമായതോടെ കട്ടപ്പന കല്യാണത്തണ്ട് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചെങ്കുത്തായ കയറ്റവും കുത്തിറക്കവും പാതയുടെ വീതിക്കുറവും
മഴവെള്ളം ഒഴുകി വഴുക്കൽ ഉണ്ടാകുന്നതുമാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണം. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കട്ടപ്പന കല്യാണത്തണ്ട് റോഡിലാണ് മഴക്കാലമാകുന്നതോടെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്നത്. കുത്തുകയറ്റത്തിൽ വാഹനത്തിന്റെ വേഗത പൂർണ്ണമായും കുറഞ്ഞ് ഓഫാകുന്നതും പിന്നോട്ട് ഉരുളുന്നതും നിരന്തര അപകടങ്ങൾക്ക് കാരണമാകുകയാണ്. അതോടൊപ്പം കുത്തിറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ നിയന്ത്രണ നഷ്ടമായി മറിയുന്നതും പതിവാണ്. മുഴുവനായി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പാതയിൽ വഴുക്കലുള്ളതാണ് മറ്റൊരു കാരണം. ഓടകളുടെ അഭാവത്തിൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നതാണ് വഴുക്കലുണ്ടാവാൻ കാരണം. അതോടൊപ്പം റോഡിന് മതിയായി വീതിയില്ല എന്നതും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. മുമ്പ് 8 മീറ്റർ വീതി ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ 6 മീറ്റർ മാത്രമാണ് പാതയ്ക്കുള്ളത്. നഗരസഭയുടെ 31, 32 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാതയാണിത്. എന്നാൽ റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും കൗൺസിലർമാർ യാതൊരുവിധ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പിന്നെ ഒരു കുത്തുകയറ്റം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ലോറി ഇവിടെ മറിഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ മറിഞ്ഞാണ് ഒരാൾ മരിക്കുകയുണ്ടായത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് നിയന്ത്രണം പെട്ട് ഇവിടെ വന്ന് മറിയുകയുണ്ടായി. നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ. ഈ റോഡിൻ്റെ ഇരു സൈഡ് വീതി കൂട്ടുക, സൈഡ് കോൺക്രീറ്റ്, കാനയില്ലാത്തതാണ് വലിയൊരു പ്രശ്നം. രണ്ട് സൈഡിൽ തിട്ട നിൽക്കുന്നതുകൊണ്ട് റോഡിൽ കൂടെ വെള്ളം ഒഴുകി സ്കൂൾ പിള്ളേർക്കും അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകാർക്കും ഇങ്ങനെയുള്ളവർക്ക് വരാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലായിടത്തും അമ്പലമുണ്ട്, അങ്ങോട്ടുള്ള തീർത്ഥാടകർ വരുന്നുണ്ട്, ടൂറിസ്റ്റ് മേഖലയാണ്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്കൊന്നും നേരെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനും വലിയൊരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ മറിഞ്ഞ് കല്യാണത്തണ്ട് സ്വദേശി മരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ഇരുചക്ര വാഹനം കുഴിയിലേക്ക് പതിച്ചും അപകടമുണ്ടായി. 1 മാസം മുമ്പ് ലോഡുമായി എത്തിയ ലോറിയും തലകീഴായി മറിഞ്ഞ അപകടമുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തര അപകടങ്ങൾക്ക് കാരണമാകുകയാണ് കല്യാണത്തണ്ട് റോഡ്. കോളേജ് വിദ്യാർത്ഥികളടക്കം ഇരുചക്ര വാഹനത്തിൽ അമിത വേഗത്തിൽ ഇതുവഴി കടന്നു പോകുന്നത് മറ്റ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയുമാകുന്നു. കല്യാണത്തണ്ട് അമ്പലത്തിലേക്ക് എത്തുന്ന വിശ്വാസികളും കല്യാണത്തണ്ട് മലനിരകളെ ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാതയാണിത്. അതുകൊണ്ട് തന്നെ പരിചയക്കുറവുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല. മൂന്നാർ ചെണ്ടുവരി എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കാട്ടാന ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കാട്ടാന കൃഷിനാശം വരുത്തുന്നതായും ആളുകൾക്ക് പരാതിയുണ്ട്. RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചിട്ടും ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ വനമേഖലയിലേക്ക് പിൻവാങ്ങാത്തത് ആളുകളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. അതിഥി തൊഴിലാളിക്ക് ആംബുലൻസിൽ സുഖപ്രസവം. പന്നിയാർ എസ്റ്റേറ്റിലെ അതിഥി തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിനിയാണ് 108 ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. അമ്മയെയും കുഞ്ഞിനെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയെ പ്രസവ വേദനയെ തുടർന്ന് പന്നിയാർ എസ്റ്റേറ്റിലെ ആംബുലൻസിൽ ശാന്തൻപാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പ്രസവ ചികിത്സ നൽകേണ്ട സാഹചര്യമായതിനാൽ 108 ആംബുലൻസിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ കള്ളിപ്പാറ പിന്നിട്ടതോടെ യുവതി ആംബുലൻസിൽ പ്രസവിക്കുകയായിരുന്നുവെന്ന് ശാന്തൻപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ പറഞ്ഞു. നമ്മുടെ പന്നിയാർ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അതിഥി തൊഴിലാളി പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വയറുവേദന ആയിട്ട് നമ്മുടെ HML കോളനിയിലെ അവിടെ ഹോസ്പിറ്റലിലാണ് എത്തിയത്. അപ്പോൾ സിസ്റ്ററിന് സംശയം തോന്നിയിട്ട് പെട്ടെന്ന് അവരുടെ ആംബുലൻസ് വിളിച്ച് ശാന്തൻപാറ PHCയിലേക്ക് എത്തുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മളിവിടെ ആ സമയത്ത് നഴ്സും സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാനും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ കുട്ടിയുടെ തല ഏകദേശം പുറത്ത് വന്നിരുന്നു. പെട്ടെന്ന് നമ്മൾ 108 അസൈൻ ചെയ്ത് നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. പോകുന്ന വഴി ഏകദേശം കള്ളിപ്പാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ഡെലിവറി ആകുമായിരുന്നു. അപ്പോൾ ലിബി സിസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് കുട്ടിയെ ഡെലിവറി ആയി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ എത്തിച്ചു. അമ്മയും കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ രവീന്ദ്രൻ, നഴ്സ് ലിൻറ്റു, പന്നിയാർ ആശുപത്രി ജീവനക്കാരി മഹിബ, ആംബുലൻസ് ഡ്രൈവർ ശ്രീകുമാർ എന്നിവരുടെ സംയോജിതമായ ഇടപെടലിൽ യുവതി ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകി. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കട്ടപ്പന വെട്ടിക്കുഴക്കവല പെട്രോൾ പമ്പിന് സമീപം വാഹനാപകടം. രാവിലെയായിരുന്നു അപകടം നടന്നത്. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമേലിയിൽ നിന്നും തങ്കമണി പാറക്കടവിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന താർ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പെട്രോൾ പമ്പിന് മുൻപിലുള്ള തിട്ടയിലിടിച്ച ശേഷം ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. വാഹനം ഉയർത്തിയ ശേഷമാണ് ഉള്ളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്താണ് അപകടം നടന്നത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കട്ടപ്പനയിൽ ദേശീയ വ്യാപാര ദിനം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP ഹസൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ദേശീയ വ്യാപാരി ദിനം സംഘടിപ്പിച്ചത്. കട്ടപ്പനയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തലും മധുരം പങ്കുവയ്ക്കലും നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP ഹസൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ വ്യാപാര ദിനമായി ഓഗസ്റ്റ് 9 ആചരിക്കുകയാണ്. 2012 കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു തന്ന വ്യാപാരി ദിനം 12 വർഷക്കാലമായി ആഘോഷിച്ചു വരികയാണ്. വയനാട് ദുരന്തത്തിന്റെ കാരണത്താൽ ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ലളിതമായി ഈ ദിനത്തെ ഓർക്കുവാൻ വേണ്ടി മാത്രം ഒരു പതാക പരിപാടികളുമാണ് നടത്തുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് MK തോമസ് അധ്യക്ഷത വഹിച്ചു. PK മാണി, സാജൻ ജോർജ്, ജോഷി കുട്ടട, PK പൊന്നച്ചൻ, KP ബഷീർ, സിജോമോൻ ജോസ്, ആഗ്നസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ദിനാചരണം നടത്തി. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ദിനാചരണ സന്ദേശം നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വ്യാപാരി ദിനാചരണം വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിന് മുൻപിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ പതാക ഉയർത്തി. പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളത് വലിയ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നതെങ്കിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായ അതിദാരുണമായ ദുരന്തം, ലോകം കണ്ടതിൽ വെച്ച് തന്നെ വലിയ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പതാക ഉയർത്തൽ മാത്രമായി എത്തിക്കൊണ്ട് ആചരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ മരണപ്പെട്ട വയനാട്ടിലെ ആ മരണപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും ചെറിയ തോതിൽ നമ്മളിവിടെയും ഒരു പതാക ഉയർത്തിക്കൊണ്ട് നമ്മൾ വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ്, മറ്റു ഭാരവാഹികളായ ഉമ്മർ ഫറൂഖ്, M ആന്റണി, റിയാസ് P ഹമീദ്, TC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് രക്തദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനത്തിന്റെ ഭാഗമായാണ് മർച്ചന്റ് യൂത്ത് വിംഗ് സംസ്ഥാന വ്യാപകമായി രക്തദാനം നടത്തിയത്. കേരളത്തിലെ 4000-ഓളം യൂണിറ്റുകളിൽ നിന്ന് രക്തദാനം നടന്നു. കട്ടപ്പനയിൽ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് രക്തദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. KVVES കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് MK തോമസ്, ജനറൽ സെക്രട്ടറി KP ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ എല്ലാ വ്യാപാരികളും ഓഗസ്റ്റ് 9 വ്യാപാരി ദിനത്തിൻ്റെ ആഘോഷത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഇന്നിപ്പം വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തം കാരണം ആഘോഷങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും പതാക ഉയർത്തലും മുദ്രപലകാര വിതരണവും മാതൃ യൂണിറ്റ് നടത്തുമ്പോൾ മർച്ചൻസ് യൂത്ത് വിംഗ് അതിൻ്റെ കേരളത്തിലെ ഘടകം കട്ടപ്പന യൂണിറ്റ് രക്തദാനം മഹാദാനം വളരെയധികം ആളുകൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി രക്തദാനം ചെയ്തിട്ടുള്ള ഒരു ബറ്റാലിയൻ ടീമാണ് ഈ യൂത്ത് വിംഗിൻ്റെ പ്രവർത്തകർ. ആഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജനസേവനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ യുവജ വ്യാപാരികൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 4000-ഓളം യൂണിറ്റുകളിൽ അവിടെയുള്ള ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നൊരു പ്രതിജ്ഞയോടുകൂടി ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൻ്റെ എല്ലായിടത്തും നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലും ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുന്ന തീരുമാനം നടപ്പാക്കിക്കൊണ്ട് ഇന്നിവിടെ ഈ ബ്ലഡ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടി നടക്കുകയാണ്.
PK മാണി, സാജൻ ജോർജ്, ജോഷി കുട്ടിട തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ് യൂത്ത് വിംഗിലെ 30ഓളം അംഗങ്ങൾ രക്തദാനത്തിൽ പങ്കാളികളായി. അജിത് സുകുമാരൻ, ഷിയാസ് MK, R ശ്രീധരൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന കുന്തളംപാറയിൽ പതാക ഉയർത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പതാക ഉയർത്തുകയും വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് KS, AM സന്തോഷ്, ബിജു മോന്തക്കര, സിജോ KS, സൂര്യ CS, അരവിന്ദ് C രവീന്ദ്രൻ, വിഷ്ണു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്ത മേഖലയിൽ സേവനമനുഷ്ഠിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തങ്ങളുടെ കുടുക്ക സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ. വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യ കുടുക്കുകൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത് 1,21,814 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പ്രധാന അധ്യാപികയ്ക്കും PTA ഭാരവാഹികൾക്കുമൊപ്പം കളക്ടറേറ്റിലെത്തിയ കുട്ടികൾ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയെ തുക ഏൽപ്പിച്ചു. കരുണയുടെയും സഹാനുഭൂതിയുടെയും ഉത്തമ മാതൃകയാണ് കുട്ടികളുടേതെന്ന് കളക്ടർ പറഞ്ഞു. ഇത്തരമൊരു കാര്യത്തിന് കുട്ടികൾക്കൊപ്പം നിന്ന സ്കൂൾ അധികൃതരെയും കളക്ടർ അഭിനന്ദിച്ചു. വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യ കുടുക്കുകൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത് 1,21,814 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികൾ കൈമാറിയത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്ന് സ്കൂൾ തീരുമാനിച്ചപ്പോൾ തന്നെ 2-3 വർഷങ്ങളായി തങ്ങൾ സൂക്ഷിച്ചിരുന്ന കുടുക്കുകളുമായി സ്കൂളിലെത്തിയ കുട്ടികൾ നിരവധിയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. നമ്മുടെ ഗാന്ധിജി സ്കൂളിലെ ഗാന്ധിജി ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികള്, അധ്യാപകര്, PTA, SMC മെമ്പേഴ്സ്, അനധ്യാപകർ എല്ലാവരും കൂടെ കളക്ട് ചെയ്ത 1,21,671 രൂപ നമ്മുടെ വയനാടില് ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി CMDRFലേക്ക് സംഭാവന ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കളക്ടർക്ക് കൈമാറുന്നത്. ഓരോ വീട്ടിൽ നിന്നും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രത്യേക സഹായങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ PTA, SMC അംഗങ്ങൾ അവരുടെ സഹായങ്ങളും എത്തിച്ചു. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കാൻ ഉപ്പുതോട്ടിൽ നാട്ടുകാർ സ്വരൂപിച്ച സാധന സാമഗ്രികൾ അടങ്ങിയ വാഹനം പുറപ്പെട്ടു. ഉപ്പുതോട്ടിലെ മഹാപ്രളയത്തിന്റെ ഓർമ്മയ്ക്ക് തീർത്തിട്ടുള്ള സ്മാരകത്തിൽ നിന്നും പുറപ്പെട്ട വാഹനം കട്ടപ്പന മേരിമാത ആശ്രമം ഡയറക്ടർ ഫാദർ ജിയോ തൈപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായി വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കാനാണ് ഉപ്പുതോട്ടിലെ നാട്ടുകാർ സ്വരൂപിച്ച സാധന സാമഗ്രികൾ അടങ്ങിയ വാഹനം പുറപ്പെട്ടത്. ഉപ്പുതോട്ടിലെ മഹാപ്രളയത്തിന്റെ ഓർമ്മയ്ക്കായി തീർത്തിട്ടുള്ള സ്മാരകത്തിൽ നിന്ന് പുറപ്പെട്ട വാഹനം കട്ടപ്പന മേരിമാത ആശ്രമം ഡയറക്ടർ ഫാദർ ജിയോ തൈപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജയ്മോൻ പുത്തൻപുരയ്ക്കൽ, മധു ആനിക്കൽ, മനോജ് കുളപ്പുറം, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ബിജു KP, സജിമോൻ EK എന്നിവർ നേതൃത്വം നൽകി. കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആരോപണവുമായി UDF നേതൃത്വം. പനിയും പകർച്ചവ്യാധിയും പടർന്നു. ഈ സാഹചര്യത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ജനങ്ങളോട് നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാറില്ല. ഒരു ദിവസം 200 മുതൽ 350 പേർ വരെ OPയിൽ ചികിത്സ തേടിയിരുന്നിടം ആയിരുന്നു കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രം. സാധാരണക്കാരന്റെ അഭയകേന്ദ്രമായിരുന്ന ഈ ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഓട്ടോ ടാക്സിയിലും കാൽനടയായും ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർ ഇല്ലെന്ന് കേട്ട് തിരികെ പോകേണ്ട ഗതികേടിലാണ് രോഗികൾ. ഈ സാഹചര്യത്തിലാണ് വസ്തുതകൾ മനസ്സിലാക്കാനായി UDF കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയത്. ഗ്രാമീണ മേഖലയായ കാമാക്ഷിയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരുടെ ഏക ആശ്രയമാണ് ഈ കാമാക്ഷിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം. ഇവിടെ വൈകുന്നേരം 6 മണി വരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും എന്ന് പഞ്ചായത്ത് അധികൃതർ പൊതുജനങ്ങളെ അറിയിക്കുകയും ആ രീതിയിലുള്ള പബ്ലിസിറ്റികളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്നോ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഡോക്ടറുടെ സേവനം കിട്ടിയാൽ അതൊരു ഭാഗ്യമാണ് എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതെന്താണ് ഇതിനുള്ള കാര്യം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിനും നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്തോ മറ്റുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രീതിയിലാണ് ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ ബോധ്യമായിട്ടുള്ളത്.
UDFന്റെ ഭരണകാലത്ത് 10 രോഗികളെ വരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിരുന്ന ആശുപത്രിയിൽ LDF ഭരണസമിതി വന്നതിനു ശേഷം കിടത്തി ചികിത്സയും OPയും ഇല്ലാതായ നിലയാണുള്ളതെന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ST അഗസ്റ്റിൻ ആരോപിച്ചു. ഇവിടെ 10 കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യത്തിന് മരുന്നുകൾ കൃത്യമായി എത്തിക്കുന്നതിനും മറ്റു നടപടികൾ പൂർണ്ണമായി ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യം ഇല്ല എന്ന് മാത്രമല്ല, ഈ കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുണ്ടാകുന്ന ഈ സമയത്ത് ഈ ആശുപത്രിയിൽ ഡോക്ടറുടെ സൗകര്യങ്ങൾ ആവശ്യത്തിനില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നീക്കമാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നാണ് UDFന്റെ ആരോപണം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പീരുമേട് കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം കൂടാതെ തുടക്കമായേക്കും. ഇപ്പോൾ കോടതി പ്രവർത്തിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം സ്മാരകമായി നിലനിർത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് കിഫ്ബി ഫണ്ടിൽ നിന്നും 28 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 1893 തിരുവിതാംകൂർ രാജഭരണകാലത്ത് പീരുമേട്ടിൽ നിർമ്മിച്ച കോടതി കെട്ടിടം 130 വർഷങ്ങൾ പിന്നിടുകയാണ്. തിരുവിതാംകൂർ രാജ മുദ്ര പതിച്ച ചരിത്രത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന കെട്ടിടത്തിന്റെ പഴമയുടെ പ്രൗഢി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ കാലാനുസൃതമായി പീരുമേട് താലൂക്കിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും നീതിന്യായ തീർപ്പുകൾക്ക് പഴയകാല കെട്ടിടത്തിലെ സൗകര്യക്കുറവുകൾ പരിഗണിച്ചാണ് പീരുമേട്ടിൽ പുതിയ കോടതി സമുച്ചയമെന്ന ആവശ്യം ഉയർന്നത്. ഇതിനായി പീരുമേട് സർക്കാർ അതിഥി മന്ദിരത്തിനടുത്തായിട്ടാണ് പുതിയ കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ലഭിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിട സമുച്ചയത്തിനായി 28 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു. കെട്ടിട സമുച്ചയത്തിന്റെ ഫണ്ടിംഗ് ഒക്കെ ഗവൺമെന്റ് പുതിയതായ ചില പ്രപ്പോസലുകളുടെ ഹൈക്കോടതിയിൽ നിന്ന് വന്നതിനെ തുടർന്ന് കുറച്ച് ഫണ്ട് കൂടെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കെട്ടിട നിർമ്മാണം ആരംഭിക്കുമെന്നാണ് എൻ്റെ അറിവ്. നടപടികളെല്ലാം കിഫ്ബിക്ക് കുറച്ച് ഫണ്ട് കൂടെ അനുവദിച്ചാൽ ഉടൻ തന്നെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഏതായാലും വളരെ കാലമായി, വളരെ വർഷങ്ങളായിട്ടുള്ള പീരുമേടിൻ്റെ ഒരു ആവശ്യമാണ് പീരുമേട്ടിൽ പുതിയ കോടതി കെട്ടിടങ്ങൾ നിർമ്മിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് അത് പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളത് ഉത്തരവുമാണ്. കോടതി സമുച്ചയ നിർമ്മാണത്തിന് അനുവദിച്ച 28 കോടി രൂപ തികയാതെ വരുമെന്ന കാരണത്താൽ എസ്റ്റിമേറ്റ് തുക 38 കോടിയായി വർദ്ധിപ്പിച്ച കിഫ്ബിക്ക് സമർപ്പിച്ചുവെങ്കിലും ഇതിന് അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. മോടി കൂട്ടി മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി LP സ്കൂൾ. 4 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ വർഷം സ്കൂളിൽ നടക്കുന്നത്. മികച്ച വിദ്യാഭ്യാസവും കാര്യക്ഷമമായ അധ്യാപകരുടെ പെരുമാറ്റവും സ്കൂളിനെ എന്നും മികച്ചതാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 4 ലക്ഷം രൂപയോളം മുടക്കി ഈ വർഷം സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. സ്കൂൾ മുറ്റം, ഗ്ലാസ് റൂഫിംഗ്, ഓഫീസ് റൂമിനുള്ളിലെ സീലിംഗ്, മനോഹരമായ ചുറ്റുമതിൽ, സ്കൂൾ മുറ്റത്ത് ഇന്റർലോക്കിംഗ് സംവിധാനം തുടങ്ങിയ വിവിധ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യപ്പൻകോവിൽ ഗവൺമെൻറ് സ്കൂളിന് 4 ലക്ഷം രൂപ അനുവദിക്കുകയും ആ തുക ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഓഫീസ് റൂമിൻ്റെ സീലിംഗ്, അതുപോലെ അതിൻ്റെ മുറ്റത്ത് റൂഫിങ് കുട്ടികൾക്ക് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പിന്നെ ചുറ്റുമതിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് സ്കൂളിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപയോളം മറ്റു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. BRCയുടെ 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണവും നടന്നുവരികയാണ്. പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി വരുന്ന അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എഴുകുമ്പയിൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച റോഡാണ് അധികൃതരുടെ അവഗണനയിൽ യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. 2022 റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. തുടർന്ന് റോഡ് കുത്തിപ്പൊളിച്ചിട്ടതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചില്ല. മഴ പെയ്താൽ ഇവിടുത്തെ യാത്ര ദുഷ്കരമാകും. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് എഴുകുംവയൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ റോഡിൽ
തള്ളിയതിനെ തുടർന്ന് കരാറുകാരന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞിരുന്നു. നെടുങ്കണ്ടം പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം പരിഹരിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നില്ലെന്നാണ് പരാതി. 2022 റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരാറുകാരൻ നിർമ്മാണം ഏറ്റെടുത്തത്. പിള്ളേരെ പള്ളിക്കൂടത്തിൽ പോലും വിടാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം പ്രധാനപ്പുറത്തോട്ട് പോയപ്പോൾ നോക്കി അറിയാം, ചെളി എന്ന് പറഞ്ഞാൽ ഒരു കാലിൻ്റെ മുട്ടിന് താഴെ ചെളിയാണ്. അതിനിടയ്ക്ക് നടന്നു പോകാവുന്ന വരമ്പുകളും ഇച്ചിരി കല്ലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ ചാടിയൊക്കെ വേണം പിള്ളേർ പോകാനായിട്ട്. ഒരു ബൈക്ക് കടന്നു പോകത്തില്ല. കടന്നു പോയാൽ മിക്കവാറും ഇടയ്ക്ക് മറിയാം, കാല് കുത്തിയൊക്കെയാണ് പോകുന്നത്. കാല് കുത്തി പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോയി കഴുകിയിട്ട് വേണം ബൈക്ക് യാത്രക്കാരൻ പോകാൻ. കാറ് പോകാമെന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടിയൊക്കെ ഇടിക്കും. ആ രീതിയില്ല. ഇതിപ്പോൾ ഒത്തിരി കാലമായി പണി തുടങ്ങിയിട്ട്. പണിയാണെന്ന് പറഞ്ഞ് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ JCB ഇറ്റാച്ചിയൊക്കെ ഒരു ഇറ്റാച്ചി അവിടെ കൊണ്ടിടും, ഒരു ഇച്ചിരി മണ്ണ് വാങ്ങും, ഒരു 2 ആഴ്ച ആ വണ്ടി അവിടെ കിടക്കും. പിന്നെ എന്തെങ്കിലും ഒരു പത്രവാർത്ത എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അത് ഒന്നോടിച്ച് ഇപ്പുറത്തെങ്ങാനും കൊണ്ടിടും, ശകലം മണ്ണ് വാങ്ങും, അല്ലെ ഒരു ടിപ്പറിന് കൊണ്ട് കൊല്ലോട് കല്ല് കൊണ്ടിറക്കും. ആ കല്ലിറക്കുമ്പം ഞങ്ങൾ അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ചൊക്കെ വണ്ടി ഓടാൻ പറ്റും ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ആ കല്ലറക്കച്ചോട് ഇല്ലാതാവും. പിന്നെ അവരത് ഇട്ടങ്ങ് പോകും. പിന്നെ ഞങ്ങൾ തന്നെ കല്ലൊക്കെ പെറുക്കി മാറ്റിയും ബാക്കി കല്ല് കുഴിയിലൊക്കെ അടുക്കി വീണ്ടും ഒരു യാത്രാസൗകര്യം ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും വരും. ഇന്നലെ അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇതും കഴിഞ്ഞ് ഈ ഉരുളങ്കല്ല് കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞ് ഇവർക്ക് ഈ സൈഡിലോട്ട് ഒന്നും മാറ്റിയിടത്തില്ലേ. ഇന്നലെ കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് വലിയ ഉരുളങ്കല്ല് കുട്ടി പോലീസുകാർ വരെ വന്നു. പോലീസുകാരും വന്ന് അത് പറഞ്ഞു പറക്കി അവരുടെ വണ്ടിയും കൊണ്ട് പോയി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നു. ഇതിപ്പോൾ ഈ കോൺട്രാക്ട് കുറച്ച് ഈ നാട്ടുകാരുടെ പരാതിയെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഈ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി കുത്തി. ഇത് പ്രശ്നം അതല്ല. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നാട്ടുകാർക്ക് പുതുപ്പണിയെന്നും പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഉരുളങ്കല്ലെല്ലാം മാറ്റുക, പിടിക്കുക, റാണ്ട് നിരക്ക് കുഴിയുള്ളിടത്ത് കൊണ്ട് നികത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം നാട്ടുകാരുടെ പണി. നിരവധി രോഗികളും പ്രായമായവരും കൊച്ചുകുട്ടികളുമടക്കം താമസിക്കുന്ന പ്രദേശമാണ് ഇവിടം. ഞാൻ വേറെ എഞ്ചിനീയറാണ്. ഞാൻ ഓണർ മറ്റവനാ. ഓണറെ കാണാനേ ഇല്ല. ഇതുപോലെ ഇട്ട് നശിപ്പിച്ച് കിടക്കുകയാണ്. പിള്ളേർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടെ നടന്നു പോകുന്ന പിള്ളേരുണ്ട്. പിന്നെ എല്ലാവർക്കും വണ്ടിയില്ല. നടപ്പുകാരും വണ്ടിയും കൊണ്ട് പോകാമോ? ഒരു ഓട്ടോക്കാരൻ വരികയില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ അവർ വരികയില്ല. നേരിട്ട് കൂലി കൊടുക്കേണ്ടി വരും. റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. കട്ടപ്പന നഗരസഭ മാലിന്യമുക്ത നവകേരളം 2.0 മുനിസിപ്പൽ തല സംഘാടക സമിതി യോഗവും യൂത്ത് മീറ്റും സ്വച്ഛതാ അവാർഡ് വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നഗരസഭാതല സംഘാടക സമിതിയുടെയും നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടനാ പ്രതിനിധികളുടെയും സംയുക്ത യോഗവും സ്വച്ഛ അവാർഡ് വിതരണവുമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. സ്വന്തം മാലിന്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും വിധം റോഡിലേക്കും ജലസ്രോതസ്സുകളിലേക്കും വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒരു പ്രദേശത്തിന്റെ വികസനത്തിൽ 1ാം സ്ഥാനം വൃത്തിയാണ്. വലിച്ചെറിയൽ സംസ്കാരം അവസാനിപ്പിക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. നമുക്ക് വരുന്ന തലമുറയെ രോഗങ്ങളിൽ നിന്നും മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ അത് മറ്റുള്ളവരല്ല ഒരു പ്രവൃത്തി ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ആദ്യം വൃത്തിയും വെടിപ്പും പഠിപ്പിക്കുക. വലിച്ചെറിയുന്ന കാര്യങ്ങളിൽ നിന്നും പിള്ളേരെ പിന്തിരിപ്പിക്കുക. നമ്മൾ കാരണവന്മാരായ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്താണ് വൃത്തി എന്നുള്ള കാര്യം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് ഭംഗിയായി പോവുകയുള്ളൂ. അത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ്, കടമയാണ് എന്ന് നമ്മളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. യോഗത്തിൽ മികച്ച വാർഡിനുള്ള സ്വച്ഛാത്മ നിർദാർ അവാർഡ് നത്തകല വെള്ളയാങ്കുടി വാർഡുകൾക്ക് ലഭിച്ചു. സ്വച്ഛ സ്കൂൾ അവാർഡ് വാഴവര സർക്കാർ ഹൈസ്കൂളിനും മികച്ച സാങ്കേതിക സ്ഥാപന അവാർഡ് കട്ടപ്പന സർക്കാർ ITIക്കും ലഭിച്ചു. മികച്ച കലാസൃഷ്ടി അവാർഡ് ബിജു PK, ശുചീകരണ തൊഴിലാളി സ്വച്ഛ് ചാമ്പ്യൻ അവാർഡ് ശരവണൻ, വിശംഭരൻ നായർ എന്നിവർക്ക് ലഭിച്ചു. 34 വാർഡുകളിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേന അംഗങ്ങൾക്കുള്ള അവാർഡ് സരിത സാബു, സെലീന സുരേഷ്, മിനിഷാബ് എന്നിവർക്ക് ലഭിച്ചു. യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലീലാമ ബേബി, ഐബിമോൾ രാജൻ, സിബി പാറപ്പായി, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, കൗൺസിലർമാരായ സിജു ചക്കമ്പൂട്ടിൽ, പ്രശാന്ത് രാജു, രാജൻ കാലാച്ചിറ, തങ്കച്ചൻ പുരിയിടം, മായ ബിജു, ധന്യ അനിൽ, സജിമോൾ ഷാജി, രജിത രമേശ്, ബീന സിബി, ഷജി തങ്കച്ചൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജിൻ സിറിയക്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് ഡി തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം 2.0 കർമ്മ പദ്ധതി വിശദീകരണം ഹരിത കേരളം മിഷൻ RP എബി വർഗീസും മാലിന്യമുക്ത നവകേരളം നിലവിലുള്ള അവസ്ഥാ വിശദീകരണം എന്ന വിഷയത്തിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് അജിത് KKയും സംസാരിച്ചു. യോഗത്തിൽ കട്ടപ്പനയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ, ഹരിതകർമ്മ സേന, കുടുംബശ്രീ, ശുചീകരണ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലാ കബഡി കായിക മാമാങ്കത്തിന് വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. കബഡി മത്സരത്തോടുകൂടി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്ത് നിർവഹിച്ചു. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ 14 സ്കൂളുകളിൽ നിന്നുമായി 422 വിദ്യാർത്ഥികൾ പങ്കെടുത്ത കബഡി മത്സരത്തോടുകൂടിയാണ് കബഡി മാമാങ്കത്തിന് തുടക്കമായത്. രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു കായിക മാമാങ്കം തുടങ്ങിയത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന 39 കായിക മത്സരങ്ങളിലെ കബഡി മത്സരങ്ങൾക്കാണ് വണ്ടിപ്പെരിയാർ വേദിയാകുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലാ കബഡി കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് AEO M രമേശ് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ്, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ K മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരങ്ങളിൽ വിജയികളാകുന്നവർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. കുളമ്പ് രോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. ആഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദേശീയ ജന്തുരോഗ നിർണയ പദ്ധതിയുടെ 5ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കന്നുകാലികൾക്ക് വേണ്ടി കുളമ്പ് രോഗ നിർണയവും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടവും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്നത്. കന്നുകാലികൾക്ക് കുളമ്പ് രോഗവും ചർമ്മരോഗവും ഓരോ ക്ഷീരകർഷകനും നിരവധി സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താറുണ്ട്. ഈ സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ് വഴി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിന് ക്യാമ്പ് ആരംഭിച്ചത്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ഓഗസ്റ്റ് 5 മുതൽ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കർഷകരും ഇത് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ക്യാമ്പിന്റെ സേവനം സെപ്റ്റംബർ 13 തീയതി വരെ അയ്യപ്പൻകോവിൽ മൃഗാശുപത്രിയിൽ ലഭ്യമാണ്. സേവനം പരമാവധി ക്ഷീരകർഷകർ പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി മ്ലാങ്കണ്ടം തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. രാവിലെ മുതൽ തോട്ടിലെ ജലത്തിൽ നിന്ന് വലിയ തോതിൽ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് ജലത്തിൽ നിറവ്യത്യാസം കണ്ടത്. മുൻപും സമാനമായ രീതിയിൽ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കട്ടപ്പന വെള്ളയാങ്കുടി മന്തിക്കാനം ഭാഗത്തുകൂടി ഒഴുകുന്ന നിർമ്മല സിറ്റി മ്ലാങ്കണ്ടം തോട്ടിലാണ് ശുചിമുറി മാലിന്യം തള്ളിയെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുലർച്ചെ മുതൽ മേഖലയിൽ വലിയ ദുർഗന്ധമാണ് വമിച്ചിരുന്നത്. നാട്ടുകാർ ചേർന്ന് പരിശോധിക്കുമ്പോഴാണ് തോട്ടിലെ ജലത്തിന് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് തോട്ടിലെ ജലത്തിൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു. മുൻപും സമാനമായ രീതിയിൽ തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ പ്രവണത തുടരുന്നത് പ്രതിഷേധത്തിനും കാരണമാവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊങ്ങിണിപ്പടവ് മ്ലാങ്കണ്ടം തോടിനരികിലാണ്. ഇതിന് ഏകദേശം രാവിലെ ഒരു 9 മണിയോടുകൂടി മോഡയിൽ നിന്ന് എന്തോ കലങ്ങി വരുന്നത് കാണപ്പെട്ടു. അതിനുശേഷം വളരെയധികം സ്മെല്ലും അനുഭവപ്പെട്ടു. ഇത് തീർച്ചയായിട്ടും മോളിൽ നിന്നാരോ കക്കൂസ് മാലിന്യം സെപ്റ്റി ടാങ്ക് എന്തോ തുറന്നു വിട്ട മാതിരിയുണ്ട്. ഇപ്പം കൂടി ഏറെക്കുറെ രാവിലെ 9 മണിക്ക് ശേഷം ഇതുവരേക്കും സ്മെല്ല് മാറിയിട്ടില്ല. ഈ നിങ്ങൾക്ക് ഈ കാണുന്ന തോടിൻ്റെ 2 സൈഡിലും കുടിവെള്ള സ്രോതസ്സുകൾ ഉള്ള ഒരു 3-4 പേരുടെ കിണറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് കുട്ടികൾ കുളിക്കുന്നതും വസ്ത്രം കഴുകുന്നതും ഒക്കെ. ഇതിനു മുമ്പ് ഇതുപോലുള്ള പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ അധികൃതർ ഒരു ആക്ഷൻ എടുക്കണമെന്ന്. ആളൊഴിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹ്യ വിരുദ്ധർ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത്. തോടിന് സമീപം നിരവധിയായ കുടിവെള്ള സ്രോതസ്സുകളുമുണ്ട്. അതോടൊപ്പം നിരവധി ആളുകൾ കുളിക്കുന്നതിനും മറ്റും തോട്ടിലെ ജലം ഉപയോഗിക്കുന്നുമുണ്ട്. സമാനമായി 2 മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയാറിലേക്കും ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിശോധനയോ ശ്രദ്ധയോ കാണിക്കുന്നില്ല എന്നും ഇത്തരത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. കട്ടപ്പന നഗരസഭ 28ാം വാർഡിലെ ഭജനമഠം റോഡ് ശുചീകരിച്ചു. പാതയുടെ ഇരുഭാഗത്തും അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും കാടുപടലങ്ങളുമാണ് നീക്കം ചെയ്തത്. ശുചിത്വ മിഷന്റെ 10,000 രൂപയും നാട്ടുകാരുടെ സഹകരണത്തോടെയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കട്ടപ്പന നഗരസഭ 28ാം വാർഡിലെ ഭജനമഠം റോഡ് ശുചീകരിക്കുന്നത്. ശുചിത്വ മിഷന് 10,000 രൂപയും നാട്ടുകാരുടെ സഹകരണത്തോടെയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്.
പാതയുടെ വശങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും കാടുപടലങ്ങളും നീക്കം ചെയ്തു. നിരവധി വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന പാതയുടെ വശങ്ങൾ കാടുമൂടിക്കിടന്നത് വലിയ ഭീഷണിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. കാടുപടലങ്ങൾ പിടിച്ചുകിടന്നതിനാൽ മാലിന്യമടക്കം തള്ളുന്നതും നിത്യസംഭവമായിരുന്നു. ഈ പണി നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി 10,000 രൂപയാണ് നമുക്ക് ഫിൽറ്റർ വെസ്റ്റിൻ്റെ ഫണ്ട് കിട്ടുന്നത്. പക്ഷേ ആ തുകയ്ക്ക് ഇത് തീരില്ല. അപ്പം നമ്മൾ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന മാലിന്യമെല്ലാം നീക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം ഇഴജന്തുക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കൂടാതെ റോഡിന് സ്വാഭാവിക വീതി കുറയുന്നതിനും കാരണമായി. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ചത്. ശരീരാരോഗ്യ സൗന്ദര്യ സംരക്ഷണ പരിശീലന രംഗത്ത് 1 വർഷക്കാലം പിന്നിടുന്ന വണ്ടിപ്പെരിയാർ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിന് പൊൻതൂവലായി അന്തർ സംസ്ഥാന പുരസ്കാരം. ഇവിടുത്തെ ഫിറ്റ്നസ് ട്രെയിനറായ വണ്ടിപ്പെരിയാർ മഞ്ചുമല ആറ്റോരം സ്വദേശി എബിൻ യൂസഫിനാണ് അന്തർ സംസ്ഥാന പവർ ലിഫ്റ്റിംഗിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട് സേലത്ത് വെച്ച് നടന്ന അന്തർ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 54 കിലോ ശരീരഭാര വിഭാഗത്തിലാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല ആറ്റോരം സ്വദേശി എബിൻ യൂസഫിന് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത്. ഈ തലമുറയിലെ യുവാക്കളുടെ അലസമായ ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തി ശരീരാരോഗ്യ സൗന്ദര്യ പരിപാലനത്തിലൂടെ നല്ലൊരു ജീവിത രീതിയിലെത്താനാകുമെന്ന് എബിൻ പറയുന്നു. എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആളോടും എൻ്റെ ഒരു അനിയനെ പോലെ കാണുന്ന ഒരു കൂട്ടുകാരൻ പ്രതീക്ഷ, പുള്ളിയുടെ കീഴിലാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ കാറ്റഗറി പ്രൈസിലും അതുപോലെ എന്നിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പിലും കരസ്ഥമാക്കി സ്ട്രോങ് മാൻ ആയിട്ടുണ്ട്. അതിന് എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വന്നിട്ട് എൻ്റെ നാട്ടുകാരും ഇതുവരെ എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനോട് തന്നെ അടുത്ത ലെവലായിട്ട് നാഷണൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ എനിക്ക് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം എനിക്ക് ഹൈദരാബാദ് പോകണം. അതിൻ്റെ പ്രിപ്പയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മുൻപ് എബിന് 5 തവണ അന്തർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പും 7 തവണ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പും ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക എന്നതാണെന്ന എബിനൊപ്പം പരിശീലകനായ പ്രതീഷ് പറയുന്നു. പിന്നെ ഞങ്ങളിപ്പം 2019 തൊട്ട് 2021, 22, 23, 24 ഫുള്ള് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ബെസ്റ്റ് ഓഫ് 8 ഉണ്ട്. ഈ വട്ടം ഒരു വർഷമായിട്ട് കഠിന അധ്വാനത്തിന് കൂടി അതുപോലെ തന്നെ പുള്ളിയുടെ അത്രയും ഡെഡിക്കേഷൻ കാരണം പുള്ളി ഈ വട്ടം സ്ട്രോങ് മാൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. നാഷണൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യയും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഏഷ്യ ജയിച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ജയിച്ച് ഇൻ്റർനാഷണൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്, എനിക്കും പ്രൈസ് ഉണ്ട്. ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവാക്കൾ. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി സഡാക്കോ കൊക്ക് നിർമ്മാണ മത്സരം നടത്തി. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ സാബു കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക സമാധാനത്തിന്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നാഗസാക്കി ദിനാചരണം നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ 100 കണക്കിന് സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ട് നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ സാബു കുര്യൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം ഹിരോഷിമ നാഗസാക്കി ദിന സമാധാന സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ്, വിവിധ വിദ്യാർത്ഥി സംഘടനകൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറഞ്ഞതോടെ വൃഷ്ടിപ്രദേശമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലം മേഖലയിൽ വള്ളസവാരി സജീവമാകുന്നു. നിരവധി സഞ്ചാരികളാണ് വള്ളത്തിൽ കയറാനും ജലാശയത്തിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനുമായി അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് എത്തുന്നത്. മഴ ശക്തമായി ഇടുക്കി ജലാശയത്തിൽ വെള്ളം ഉയർന്നതോടെയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം മേഖലയിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഇതുവഴിയുള്ള വള്ളസവാരി ആസ്വദിക്കാതെ മടങ്ങാറില്ല. ജലാശയത്തിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള വള്ളസവാരിയും അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തിന്റെ കാഴ്ചകളും സഞ്ചാരികൾ ഏറെ കൗതുകത്തോടെയാണ് ആസ്വദിക്കുന്നത്. വള്ളത്തിലൂടെ യാത്ര നല്ല രസമായിരുന്നു. ഈ തുരുത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ മലകളുടെ ഭംഗിയും ഈ പച്ചപ്പും ആകാശത്തിന്റെ ഭംഗിയും അതുകൂടി നല്ല രസമാണ് യാത്ര. കുറച്ചു നേരമൊക്കെ ഒന്ന് പോയി വരാനായിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എൻജോയ്. ഇവിടെ വന്ന് തന്നെ അങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയാലോ അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഇപ്പം നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്നൊരു സ്പോട്ടല്ലേ. ചുരുളിയും തൂക്കുപാലമൊക്കെ നല്ല ടൂറിസ്റ്റുകൾ അട്രാക്ഷനുള്ള സ്ഥലമാണ്. ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്വദേശം. എനിക്കിവിടെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട് വാഗമൺ.
അവിടെ ഒരു മന്ത്ലി 2 ദിവസമൊക്കെ വന്ന് താമസിക്കും. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ നവ്യ അനുഭവമാണ് പ്രതീക്ഷം സമ്മാനിക്കാറ്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ കൂടുതൽ തിരക്ക് മേഖലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വള്ളസവാരി ഉപജീവന മാർഗമായി കരുതുന്നവർ. വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുക. വെള്ളം കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ 30-80 ആൾക്കാർ യാത്രക്കാർ വരുന്നുണ്ട്. ടോർച്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ ടോർച്ചുകൾ വന്ന് വള്ളത്തെ കയറി കറങ്ങി പോകുമ്പോൾ നമുക്കും അതുകൊണ്ട് നല്ല കാര്യമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വേണം. അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെട്ട സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയാൽ വിനോദസഞ്ചാര മേഖലയിൽ തൂക്കുപാലത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 173. വിൽപ്പനയ്ക്ക് വന്നത് 45,050. വിൽപ്പന നടന്നത് 43,406. കൂടിയ വില 2,737. ശരാശരി വില 2,247. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,250. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,425 രൂപ, വെള്ളി 88. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു. കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MM മണി MLA. നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി തിങ്കളാഴ്ച കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും. സ്വകാര്യ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ച് പിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും. എന്നാൽ പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി. വണ്ടൻമേട് കറുവാക്കുളത്ത് വാഹനത്തിന് തീയിട്ട പ്രതിയെ പോലീസ് പിടികൂടി. പോലീസിന്റെ പിടിയിലായത് കറുവാക്കുളം സ്വദേശി കുമരേശൻ. മഴക്കാലമായതോടെ കട്ടപ്പന കല്യാണത്തണ്ട് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. പ്രധാനമായും അപകടങ്ങൾക്ക് കാരണം ചെങ്കുത്തായ കയറ്റവും കുത്തിറക്കവും പാതയുടെ വീതിക്കുറവും മഴവെള്ളമൊഴുകി വഴുക്കൽ ഉണ്ടാകുന്നതും. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.